ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിയാണ്. തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ GK സെഷൻസ് മുഴുവൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്ന സയൻസിൻ്റെ കുറച്ച് സെഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടി നോക്കാം. ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏത്? ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ഒരു വസ്തുവിൻ്റെ ചലനം മൂലം അതിന് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ഈ ഗതികോർജത്തിനാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, കൈനറ്റിക് എനർജി. ഓക്കെ, ദെൻ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ്, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന വാല്യൂ എന്ന് പറയുന്നത് ½ ആണ്. വിക്ക് മാത്രമാണ് സ്ക്വയർ വരുന്നത്. ½ എന്ന് വരും. ഓക്കെ, ഇതിനകത്ത് എം ഒരു വസ്തുവിൻ്റെ മാസും വി എന്ന് പറയുന്നത് വസ്തുവിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റിയും ആണ്. ½ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഗതികോർജം കിട്ടുന്നതാണ്. ഇനി ഒരു വസ്തുവിൻ്റെ സ്ഥാനം കാരണം, അതായത് ഒരു വസ്തു ഒരു പർട്ടിക്കുലർ ഉയരത്തിലിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ പൊസിഷൻ കാരണം, സ്ഥാനം കാരണം ലഭ്യമാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജം എന്ന് പറയുന്നത്. സ്ഥിതികോർജം. ഓക്കെ, സ്ഥിതികോർജം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വസ്തു ഇപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഒരു H എന്ന ഒരു ഹൈറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ സ്ഥിതികോർജത്തിൻ്റെ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഇതാണ്. mgh. m മാസ്, h ഹൈറ്റ്, g എന്ന് പറഞ്ഞ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ 9.8 m/s². അപ്പോൾ ഇതാണ് ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജ്ജമാണ് കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജം. താപത്തിൻ്റെ യൂണിറ്റ് എന്ത്? താപത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂളാണ് താപത്തിൻ്റെ യൂണിറ്റ്. ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഏത്? ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനുള്ള, എത്രമാത്രം ശബ്ദം ഉയർന്നതാണ് എന്നതിന് വേണ്ടി ഉള്ളത് എന്താണ്? ഡെസിബൽ മീറ്റർ ആണ്. ഇതിനകത്ത് ബാരോമീറ്റർ പ്രഷർ മെഷർ ചെയ്യാനുള്ളതാണ്. തെർമോമീറ്റർ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ളതാണ്. ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത് ഓക്കെ, ഇതിൽ ഹ്യൂമിഡിറ്റി അറിയാനുള്ളതാണ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏത്? ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ബേക്കലൈറ്റ് ആണ്. ബേക്കലൈറ്റ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത്? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത്. വ്യാഴം എന്ന് വെച്ചാൽ ജുപ്പിറ്റർ ആണ് ഏറ്റവും വലിയ ഗ്രഹം. വ്യാഴത്തിന്, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. വ്യാഴത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് നാസ വിക്ഷേപിച്ച 2016 ആ ഒരു സമയത്ത് വിക്ഷേപിച്ചത് ഏതായിരുന്നു? ജൂണോ. ഭൂഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ഐസക് ന്യൂട്ടൺ. ഭൂഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ഐസക് ന്യൂട്ടൺ. ഇതിൽ മൈക്കൽ ഫാരഡേ എന്ന് എഴുതി കൊടുത്തിരിക്കുന്ന ആളാണ് വൈദ്യുതിയുടെ പിതാവ്. അതുപോലെ ഗലീലിയോ ഗലീലി, അദ്ദേഹമാണ് ടെലിസ്കോപ്പ് കണ്ടെത്തിയത്. ദെൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് നമ്മുടെ റിലേറ്റിവിറ്റി, ആപേക്ഷിക സിദ്ധാന്തമൊക്കെ കൊണ്ടുവന്നയാൾ. E=mc² എന്ന ഇക്വേഷനൊക്കെ രൂപീകരിച്ചയാൾ. സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണമേത്? സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് കൂടിയ വർണ്ണം ഏതാണ്? സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണമേത്? ഏതാണ്? ചുവപ്പാണ് സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം എന്ന് പറയുന്നത്. അടുത്തത് അലൂമിനിയത്തിൻ്റെ അയിര ഏത്? അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. അതുപോലെ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഇരുമ്പിൻ്റെ അയിരാണ്. അതുപോലെ കുപ്രൈറ്റ് എന്ന് പറഞ്ഞത് എന്തിൻ്റെയാണ്? കോപ്പറിൻ്റെ അയിരാണ് വരുന്നത്. ആട്ടത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏത്? ഇലക്ട്രോൺ ആണ് ആട്ടത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം. ഇനി ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് ഏത്? പ്രോട്ടോൺ എന്ന് പറയുന്നത്. അതുപോലെ ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം, ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. അയോൺ എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് ചാർജ് ഒരു ഇതിന് നഷ്ടമായി കഴിഞ്ഞാൽ അതിന് ഇപ്പോൾ അയോണീകരണം ഉണ്ടാവുന്ന കാരണം പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജുമായിട്ട് ഉണ്ടാവുന്ന ആറ്റംസ്, അതാണ് വരുന്നത് അയോൺസ് എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമേത്? ഏറ്റവും കൂടുതൽ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്നത് ഓക്സിജൻ ആണ്.
ആൽഗകളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ആൽഗകളെക്കുറിച്ചുള്ള പഠനം ഫൈക്കോളജി എന്ന് അറിയപ്പെടുന്നു. ഫൈക്കോളജി. ഫംഗസുകളെക്കുറിച്ചുള്ള പഠനമാണ് മൈക്കോളജി എന്ന് പറയുന്നത്. കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് കെ ശൈലജയാണ്. കെ ശൈലജ. ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പ്രൊജക്റ്റ് കേരളത്തിലാണുള്ളത്. എവിടെയാണത്? ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പ്രൊജക്റ്റ് അതെവിടെയാണ്? തെന്മലയിലാണ്. തെന്മല. അന്താരാഷ്ട്ര പയറു വർഷമായി ആചരിച്ച വർഷം. അന്താരാഷ്ട്ര പയറു വർഷമായിട്ട് ആചരിച്ചത് 2016. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കല ഏത്? ഏറ്റവും കൂടുതലുള്ളത് ആവരണ കലയാണ്. എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് ഏറ്റവും കൂടുതലുള്ളത്. അതാണ് നമ്മുടെ സ്കിന്നാണ്. സ്കിൻ എന്ന് പറയുന്നത് നമ്മളെ കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആവരണ കലയാണ്. ഈ പേശീകല, ആവരണ കല, നാഡീകല, അസ്ഥികല എന്നിവയെ പറ്റിയൊക്കെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നും നമുക്ക് എങ്ങനെ ബയോളജി പഠിക്കാം എന്നൊരു ലെസൺ ഞാൻ ചെയ്തിരുന്നു. 2 ലെസൺസ് ചെയ്തിരുന്നു. ആദ്യത്തെ ലെസണിൽ കോശങ്ങളെ പറ്റിയും രണ്ടാമത്തെ ലെസണിൽ കലകളെ പറ്റിയുമാണ് പറഞ്ഞിരിക്കുന്നത്. ആ ലെസൺ നിങ്ങൾക്ക് കാണാവുന്നതാണ്. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നതാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന് പറയും. അത് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമാണ് അത് ഉണ്ടാകുന്നത്. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്ന സ്കർവി. അതുപോലെ ബെറിബെറി എന്ന് പറയുന്ന വിറ്റാമിൻ B1 കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. ഇനി അനീമിയ എന്ന് പറയുന്നത് അയണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചിയിലാണ്. പീച്ചി. ഓക്കെ. ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏത്? ടൈഫോയിഡിന് കാരണമായത് ബാക്ടീരിയയാണ്. ബാക്ടീരിയ. ഈ വൈറസ്, പ്രോട്ടോസോവ, ഫംഗസ്, ബാക്ടീരിയ, അതുപോലെ വിരകൾ എന്നിവയൊക്കെ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നൊരു ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കതും പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. കേരള വന നിയമം പ്രാബല്യത്തിൽ വരുന്ന വർഷം. കേരള വന നിയമം പ്രാബല്യത്തിൽ വന്നത് 1961. മീനമാത ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏത്? മീനമാത ദുരന്തത്തിന് കാരണമായത് മീനമാത എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു മെർക്കുറി. അപ്പോൾ ഇതിൽ വരുന്നത് മീഥൈൽ മെർക്കുറിയാണ്. മീഥൈൽ മെർക്കുറി. ഇതിൽ മീഥൈൽ ഐസോസയനേറ്റ് ഓപ്ഷൻ എ കൊടുത്തിട്ടുണ്ട്. അത് കാരണമാണ് ഭോപ്പാൽ ദുരന്തം ഉണ്ടായത്. ഭോപ്പാൽ ദുരന്തം. ഇതിൽ മാത്സ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. മാത്സ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് ചെയ്യാം. അത് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. സജഷൻസ് ആയിട്ടും കമൻസ് ആയിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാവുന്നതാണ്. റോബർട്ട് വാസ് ഇൻഅറ്റൻറ്റീവ് ഡാഷ് ഹി ഹാഡ് എ കാർ ആക്സിഡൻറ്റ്. Robert was inattentive, so he had a car accident. Okay. അവൻ അത്ര ശ്രദ്ധയില്ലായിരുന്നു. വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധയില്ലായിരുന്നു, അതുകൊണ്ട് ആക്സിഡൻറ്റ് ഉണ്ടായി എന്നാണ് മീൻ ചെയ്യുന്നുള്ളൂ. The white car dash more expensive than the green. The white car is fairly more expensive. Pretty എന്നോ slightly എന്നോ ഒന്നും പറയില്ല. The white car is fairly more expensive than the green. ആ ഗ്രീനിനേക്കാളും നല്ല വില കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. Peter dash his homework before the teacher arrived. ഓക്കെ, ഒരു കാര്യം നടക്കുന്നു, അതിന് മുമ്പ് നടന്നു എന്ന് പറയാനാണ്. Peter had completed his homework before the teacher arrived. Dash of monkeys entered from forest and destroyed the crops. മങ്കീസിൻ്റെ കൂട്ടത്തിന് എന്താണ് പറയുന്നത്? മങ്കീസിൻ്റെ കൂട്ടത്തിന് ഹേർഡ് എന്നാണ് പറയുന്നത്. ഹേർഡ് ഓഫ് monkeys entered from the forest and destroyed the crops. Dash the weather forecast. The city was hit by huge sandstorm. Despite the weather forecast, the city was hit by huge sandstorm. The bomb dashed near the busy vegetable market. ബോംബ് എവിടെയാണ് എക്സ്പ്ലോഡ് ചെയ്തത്? ഗോ ഓഫ് എന്നാണ് എക്സ്പ്ലോഡ് ചെയ്യാന്ന് പറയാം. ദ ബോംബ് വെൻറ്റ് ഓഫ് നിയർ ദ ബിസി വെജിറ്റബിൾ മാർക്കറ്റ്. ചൂസ് ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് ഓർഡർ. Why can't we have a cup of soup at first?
വൈ കാണ്ട് എന്നുള്ളത് ആദ്യം വേണമെന്ന് ഓർക്കുക. വൈ കാൺ വി ഹാവ് എ, അല്ലാണ്ട് വൈ വി കാൺ ഹാവ് എ എന്ന് പറയില്ല. ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുമ്പോൾ വൈ വി കാണ്ട് എന്ന് ചോദിക്കില്ല. വൈ കാൺ വി ഹാവ് എ കപ്പ് ഓഫ് സൂപ്പ് അറ്റ് ഫസ്റ്റ്. ലെറ്റ്സ് റീഡ് എ ന്യൂ സ്റ്റോറി. ലെറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗായിട്ട് എപ്പോഴും യൂസ് ചെയ്യേണ്ടതാണ് ഷാൽ വി. ലെറ്റസ് റീഡ് എ ന്യൂ സ്റ്റോറി. ഷാൽ വി? ദ ഡീപ്പർ ഷീ സ്റ്റഡീഡ്. ഡീപ്പർ എന്നൊരു സൂപ്പർലേറ്റീവായിട്ട് പറഞ്ഞിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ വേണം അവിടെ. ദ ഗ്രേറ്റർ ഷീ അണ്ടർസ്റ്റുഡ്. ദ ഡീപ്പർ ഷീ സ്റ്റഡീഡ്, ദ ഗ്രേറ്റർ ഷീ അണ്ടർസ്റ്റുഡ്. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അക്കോമഡേറ്റ് ആണ്. അക്കോമഡേഷൻ്റെ കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ 2 സിയും വേണം, 2 എമ്മും വേണം. അക്കോമഡേറ്റ്. വി ലിവ് ഇൻ ഡാഷ് ബിഗ് ഹൗസ് വിത്ത് എ വൈറ്റ് ഡോർ. We live in the big house with a white door. If you throw the knife, I will get down. If എന്നുള്ള ക്ലോസിൻ്റെ പ്രയോഗങ്ങൾ സിമ്പിൾ പ്രസൻറ്റ് വരുമ്പോൾ, സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് വരുമ്പോൾ, അതുപോലെ ഇമാജിനറി ക്ലോസിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇഫ് ക്ലോസിൻ്റെ ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇഫ് യു ത്രോ ദ നൈഫ് സിമ്പിൾ പ്രസൻറ്റ് ആണ്. അപ്പോൾ എന്താ വരേണ്ടത്? വില്ലാണ് വരേണ്ടത്. ഐ വിൽ ഗെറ്റ് ഡൗൺ. സിനോണിയം ഓഫ് കൈൻഡ് ഹേർട്ടഡ്. കൈൻഡ് ഹാർട്ടഡിൻ്റെ സിനോണിയമാണ് ബെനവോളൻറ്റ്. ബെനവോളൻറ്റ്. ഡച്ച് കറേജ് മീൻസ്. ഡച്ച് കറേജ് എന്ന് വെച്ചാൽ കറേജ് ഇൻഡ്യൂസ്ഡ് ബൈ ആൽക്കഹോൾ. കറേജ് ഇൻഡ്യൂസ്ഡ് ബൈ ആൽക്കഹോൾ. ദ പോലീസ് ആസ്ക്ഡ് വെയർ ഹിസ് ഹോം വാസ്. ദ പോലീസ് ആസ്ക്ഡ് where his home was. Antonium of compulsory. കമ്പൽസറിയുടെ അന്റോണിയമാണ് വോളണ്ടറി. The band troupe is dash the performance last Independence Day celebration. The band troupe is giving the performance last Independence Day celebrations. ഇതിൽ ബ്രിങ് അപ്പ് എന്നുള്ളത് കറക്റ്റാണ്. പക്ഷേ 2 ബ്രിങ് അപ്പ് 4 ബ്രിങ് അപ്പ് എന്ന് പറയില്ല. ദ എഡിറ്റർ വാസ് എഡിറ്റിംഗ് ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. ദ പാസീവ് ഫോം ഓഫ് ദി സെൻറ്റൻസ്. ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വാസ് ബീയിങ് എഡിറ്റർ. ഓക്കെ, എഡിറ്റർ വാസ് എഡിറ്റിംഗ് എന്നാണ്. ഓക്കെ, പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വാസ് ബീയിങ് എഡിറ്റഡ് ബൈ ദ എഡിറ്റർ. My daughter was rejoiced dash hearing the result. Rejoiced at hearing the result. Rejoiced at. കേരള പാണിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്. AR രാജരാജവർമ്മ, കേരള പാണിനി. അതുപോലെ കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ്. കേരള വ്യാസൻ. 2015 വയലാർ അവാർഡ് നേടിയത് മനുഷ്യന് ഒരു ആമുഖം എന്ന ബുക്കായിരുന്നു. അടുത്തത് ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്. കുരയ്ക്കും പട്ടി കടിക്കില്ല. ആസ് യു സോ ഷാൽ യു റീപ്പ്. വിതച്ചതേ കൊയ്യൂ. മേയാനാമത്തിന് ഉദാഹരണമാണ് വെള്ളം. പ്രിയജന വിരഹം എന്ന സമസ്ത പദത്തിൻ്റെ വിഗ്രഹാർത്ഥം പ്രിയജനത്തിൻ്റെ വിരഹം. ശരിയായ പദപ്രയോഗം പശ്ചാത്താപം. ആദ്യത്തേതാണ് വേണ്ടത്. ശരിയായ വാക്യപ്രയോഗം മദ്യം തൊടുകയോ രുചിക്കുകയോ ചെയ്യരുത്. അമ്മയുടെ പര്യായമല്ലാത്തത് ജനയിതാവ്. MT വാസുദേവൻ നായരുടെ രണ്ടാമൂഴം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം. രണ്ടാമൂഴം എന്നതിൽ കേന്ദ്ര കഥാപാത്രം ഭീമനാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ലെസൺ. നിങ്ങൾക്ക് ഈ ലെസൺ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. bbmohanan.com എന്ന ബ്ലോഗ് സന്ദർശിക്കുക. നിങ്ങൾക്കതിൽ നോട്ട്സ് എല്ലാം ലഭിക്കുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.